ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈസിയായി എങ്ങനെയാണ് ആരോ റൂട്ട് പൗഡർ ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കുന്നത്. ആരോ റൂട്ട് പൗഡർ നമ്മുടെ ഹെൽത്തിന് വളരെയധികം യൂസ്ഫുള്ളാണ്. നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ വരണ സമയത്ത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ആരോ റൂട്ട് പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിലീഫ് കിട്ടും. പണ്ട് ഉരലിലിടിച്ച് പിഴിഞ്ഞുണ്ടാക്കിയിരുന്ന ഈ പൗഡർ ഈസിയായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് മണ്ണിനടിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറമെ ഒരു തോലും നിറച്ച് വേരൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യം അതെല്ലാം റിമൂവ് ചെയ്ത് നല്ല വെള്ളത്തിൽ ഇത് വൃത്തിയായി കഴുകി എടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയിലാണ് ഇത് അരയ്ക്കുന്നത്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ വേഗം അരയാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മുടെ വീട്ടിലുള്ള ചെറിയ അമ്മിക്കുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് ഇതിനൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. അതിനുശേഷം മിക്സിയിൽ നന്നായി അരയ്ക്കണം. അത് നമ്മളൊരു വട്ടം അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ കൊച്ചും വീണ്ടും അരച്ച് അങ്ങനെ നല്ല ലൂസായിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടണ വരെ നമ്മൾ എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ച് ഈ മിശ്രിതം കലക്കി നന്നായി ഒഴിക്കുക. ഇനി നമ്മൾ ഈ മിശ്രിതത്തിനെ കുറച്ച് നേരം അടിയിൽ ഇത് ഊറാൻ വേണ്ടി സെഡിമെൻ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. ഈസിയായിട്ട് സെഡിമെൻ്റ് ആകാൻ വേണ്ടി നമുക്ക് ഒരു വേപ്പിൻ്റെ ഇലയോ അങ്ങനെ എന്തെങ്കിലും ഇടാം. സെഡിമെൻ്റ് ആയിട്ടുള്ള ഈ മിശ്രിതം പിന്നെ നമ്മൾ ഊറ്റി വേറൊരു വൃത്തിയുള്ള തുണിയിലേക്ക് മാറ്റുകയാണ്. നമ്മൾ നല്ല തോർത്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും നല്ല വെള്ളം വാർന്നു പോകുന്ന വിധത്തിലുള്ള ഒരു തുണിയിലേക്ക് ഇതിനെ മാറ്റി അതിന് ഇതേപോലെ കിഴിയായി ഇങ്ങനെ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടണം. അതൊരു ദിവസമൊക്കെ ഇട്ടിട്ട് നമ്മുടെ അതിലത്തെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേറൊരു പേപ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അത് നല്ല ബോളായിട്ടിരിക്കും. അതിനെ പൊടിച്ച് ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കണം. ഉണങ്ങാനായിട്ടൊന്നെങ്കിൽ ഫാനിൻ്റെ ചോട്ടിൽ വെക്കാം, അല്ലെങ്കിൽ നല്ല വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ വെയിൽ കൊടുക്കാൻ നമ്മൾ ഓഫീസിലൊക്കെ പോവുകയാണ്, വെയിലത്ത് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാനിൻ്റെ ചോട്ടിലെങ്കിലും വെച്ച് നന്നായി അതിനെ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂവപ്പൊടി യൂസ് ചെയ്യും.